മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ വേദിയിൽ വെച്ച് പ്രസംഗിക്കുന്നതിനിടെ സദസ്സിൽ നിന്നും ഒരു പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ദേഷ്യപ്പെട്ടുകൊണ്ടൊരു മറുപടി പറഞ്ഞതിനെ എടുത്തിട്ട് അലക്കുന്ന അമ്മാനമാടുന്ന മാധ്യമങ്ങൾ കാണാതെ പോയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വി ഡി സതീശന് ഇഷ്ടമില്ലാത്തൊരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് വളരെ മോശമായി പെരുമാറിയ സതീശനെ എന്തുകൊണ്ട് നിങ്ങളെന്ന മുൾമുനയിൽ നിർത്തിയില്ല? ആ ദൃശ്യം ഇതാ. അല്ലല്ല, ഇങ്ങോട്ട് വരണ്ട, കയ്യിൽ വെച്ചാൽ മതി. എടാ, കയ്യിലാണെങ്കിലും ദേശാമനാണെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. എടാ, കയ്യിൽ വെച്ചാൽ മതി. ആ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്. എന്നോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഇതുപോലെ അസംബന്ധം കാണിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ പത്രത്തിലും നിങ്ങളുടെയൊക്കെ ചാനലിലും കൊടുക്കുന്ന കലാപത്തിന് നടക്കുന്ന ആഹ്വാനത്തിലടക്കം നിങ്ങളുടെയൊക്കെ ഈ മാധ്യമങ്ങളുടെ ആളുകളെ അടക്കം ചെയ്യേണ്ട ആൾ അവരുടെ അസംബന്ധം പറയണ്ട. ഒരു അസംബന്ധം പറയണ്ട. വേണ്ട അസംബന്ധം പറയണ്ട. ഒരു വസ്തുതയും വേണ്ട. ഞാൻ പറഞ്ഞോളാം. ഒരസംബന്ധം പറയണ്ട. വേണ്ട. അല്ലല്ല, നിങ്ങളെ വേണ്ട പത്രസമ്മേളനം എന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ. കൃത്യമായി കേട്ടല്ലോ. വളരെ മോശമായി മാധ്യമപ്രവർത്തകരോട് തിരിച്ച് കയർത്ത് സംസാരിക്കുന്ന, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, പുലഭ്യം പറയാതെ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ അതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയല്ലായിരുന്നു, പ്രത്യേകിച്ച് മനോരമയ്ക്ക്. മനോരമ സതീശൻ്റെ ഈ ദൃശ്യങ്ങൾ കാണാൻ വഴിയില്ല. കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്തതുപോലെ നടിച്ചതാകും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുമ്മിയാലോ, എന്തിനേറെ പറയുന്നു, ഒരു മൈക്ക് കേടായി മൈക്കിലിട്ട് 2 തട്ട് തട്ടിയാൽ പോലും ദേഷ്യം പൂണ്ട് അരിശം പൂണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈക്കെടുത്ത് തറയിലടിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമ തെമ്മാടിത്തരമാണ് ഇന്ന് കേരളത്തിൽ നടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഡീഗ്രേഡ് ചെയ്യുക, ജനങ്ങൾക്കിടയിലേക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി വിടുക എന്നത് മാത്രമാണ് PR കൊട്ടേഷൻ ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ കോൺഗ്രസിൻ്റെയുമൊക്കെ PR കൊട്ടേഷൻ ഏറ്റെടുത്ത മനോരമയടങ്ങുന്ന മാധ്യമ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇന്ന് കാഴ്ചവെക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചർച്ചാ വിഷയമാക്കുന്ന ഈ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ട് സതീശൻ എന്ന മാധ്യമങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചപ്പോൾ, മാധ്യമങ്ങൾക്ക് നേരെ കയർത്ത് സംസാരിച്ചപ്പോൾ, ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങളെയൊക്കെ രക്തം തിളയ്ക്കാത്തതിൻ്റെ? ഇതൊക്കെ കൃത്യമായ PR വ്യാജ വാർത്താ നിർമ്മിതിയാണെന്ന് ഏറെക്കുറെ വ്യക്തമാകുന്നു. നിങ്ങൾ ഒന്നുകൂടി സതീശൻ്റെ പ്രതികരണം കാണണം.